ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു രസമാണ്. അത് തയ്യാറാക്കാനായിട്ട് കുതിർത്തെടുത്ത മുതിര കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 5 വിസിലിന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ജാറിൽ ഒരു സ്പൂൺ ചെറിയ ജീരകവും 8 വറ്റൽമുളകും 1 സ്പൂൺ കുരുമുളകും കൂടിയിട്ട് കറിയോടുകൂടി പൊടിച്ചെടുക്കുക. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ്. അത് നമുക്ക് ചെറുതായിട്ട് ചതച്ചെടുക്കാം. മുതിരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആ വെള്ളം നന്നായിട്ട് അരിച്ചെടുക്കണം. നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് 6 തക്കാളി ചെറുതായി അരിഞ്ഞ് ഉടച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കടുകും നന്നായിട്ട് മൂത്തതിനു ശേഷം നമുക്കൊരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിക്ക് ആവശ്യമായ പച്ചമുളക്, 5-6 വറ്റൽമുളക്, ഒരു പിടി ചെറിയ ഉള്ളി, ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. ഇതുപോലെ നന്നായി മൂത്ത് വരുമ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മറ്റ് മസാലകൾ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിനുള്ള പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വെളുത്തുള്ളി ഇടുന്നത് അതിൻ്റെ പച്ചമണം മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് വെളുത്തുള്ളി ഇട്ടാൽ മാത്രമേ രസത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് തക്കാളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുതിരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അവിടെ തിള വന്നു കഴിയുമ്പോഴേക്കും മല്ലിയില തൂവി നമുക്ക് നമ്മുടെ രസം ഇറക്കാം. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്, സിമ്പിളാണ്. എല്ലാവരും ഇതുപോലെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ.